Hi friends, എല്ലാവർക്കും എൻ്റെ ചാനൽ ടേസ്റ്റ് ആൻഡ് ടെക്കിലേക്ക് സ്വാഗതം. ഇതിൻ്റെ പുതിയ ചാനലാണ്. അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പാലക്കിൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ആവശ്യമുള്ള പാലക്കാണ്. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. പിന്നെ നമുക്ക് ചെറുപയറിൻ്റെ ആവശ്യമുണ്ട്. ചെറുപയർ ഫസ്റ്റ് അമ്മിമേലിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താൽ മതി. എന്നിട്ട് അത് നമുക്ക് കഴുകിയെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൽ ഓയിലിട്ട് അതിൻ്റെ അകത്ത് ജീരകം ഇട്ട് നീളത്തിൽ മുറിച്ച് വെച്ചാൽ മുളകും കൂടെ ഇട്ട് വെളുത്തുള്ളി ഇട്ടെടുത്തൊന്ന് ചെറുങ്ങനെ ഒന്ന് വാട്ടിയെടുക്കണം. 1 മിനിറ്റ് വാട്ടിയതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച ആ ചെറുപയർ ഇതിൻ്റെ അകത്ത് അങ്ങോട്ട് എടുത്തിട്ട് ചെറുപയർ ഒന്ന് 1 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വേഗം ഒരു 5 മിനിറ്റ് കൊണ്ട് വേഗം തന്നെ ഇത് ഉണ്ടാക്കി കിട്ടും. ചപ്പാത്തിൻ്റെ കൂടെ കൂട്ടാനുള്ള അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പാലക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടുകൊടുക്കണം. പാലക്ക് ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. പാലക്കും ചെറുപയറെല്ലാം നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമും വേണ്ട, ലോ ഫ്ലെയിമും വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ചെയ്ത് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പാലക്ക് നേരത്തെ ഉള്ള അത്രയൊന്നുമില്ല, കുറച്ചായി മാറിയിട്ടുണ്ട്. ഇതിനി നമ്മൾ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ അകത്ത് മസാല ഇട്ടെടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടിയും ഗരം മസാലയും ഒന്നും ആഡ് ചെയ്യേണ്ട, കാരണം പാലക്കിൻ്റെ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല പിന്നെ നിങ്ങൾ ഒരുപാട് മസാല ആഡ് ചെയ്ത് കൊടുത്താൽ. ഇനി മസാലയെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനിയും നമുക്കിത് കുറച്ച് നേരം കുക്ക് ചെയ്യും. ഇതിൻ്റെ അകത്ത് പാലക്ക് വെള്ളം വിട്ടിന്, ഇനി അതും കൂടെ ഒന്ന് മൂടി കുക്ക് ചെയ്താൽ കറക്റ്റായിട്ട് കറി കിട്ടും. ഇതിപ്പോൾ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്, കാണാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി കറിയുടെ റെഡിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിങ്ങനെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.